സംസ്ഥാനത്ത് നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് എറണാകുളം മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കരമനയാറ്റിലും മണിമലയാറ്റിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയ കൃഷ്ണാനന്ദും, കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിനും, ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസും, കോഴിക്കോട് നിന്ന് ടി അനീസ് അലിയും, കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുള്ളയുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ഷീന മാർട്ടിനിലേക്കാണ്, കൊച്ചിയിലേക്കാണ്. ഷീന, നിലവിൽ കുട ചൂടി നിൽക്കുന്നത് ഫ്രെയിമിൽ കാണുന്നത് ഷീനയെ മാത്രമാണ്. അതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് ആദ്യം വരുന്നത്. എന്താണ് നിലവിൽ മഴയുടെ അവസ്ഥ കൊച്ചിയിൽ? വിനിഷ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് കൊച്ചിയിലുള്ളത്. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ മഴയുടെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴയായൊക്കെയുമാണ് ഇപ്പോൾ മഴയുള്ളത് കൊച്ചിയിലുള്ളത്. പക്ഷേ എന്നിരുന്നാലും അവിടെവിടങ്ങളിലായി ഇപ്പോഴും വെള്ളക്കെട്ട്, രാവിലെ അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വളരെ നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ജംഗ്ഷനിലായ മരട്, വൈറ്റില, തൃപ്പൂണിത്തറ അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ രാവിലെ വലിയൊരു ഗതാഗത കുരുക്കും രാവിലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് ഇന്ന് മേയർ സംസാരിച്ചത്. വലിയ വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് മേയറും സംസാരിച്ചിരുന്നത്. പക്ഷേ രാവിലെ ഇത്തരത്തിൽ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടുമൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ള പ്രദേശത്തെ കാനകളിലെ വെള്ളമൊഴുക്കൊക്കെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ അത്തരത്തിൽ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തി വെള്ളം പോകുന്ന ഓട അടച്ചു കെട്ടിയതോടെ തൃപ്പൂണിത്തുറയിൽ ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട്, വീടിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുറ്റത്തേക്കൊക്കെ വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഈ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ ഇന്ന് മേയറുടെ ചേംബറിലേക്ക് കടക്കുകയും വലിയൊരു പ്രതിഷേധവും ഒക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനീഷ.